ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. കാരണം എക്സാമും അതിൻ്റെ തിരക്കുമൊക്കെ ആയിരുന്നു. പേപ്പർ കറക്ഷനും മാർക്ക് എൻട്രിങ്ങും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ വിഷു ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും വിഷുവിനെക്കുറിച്ച് തന്നെയാണ്. വിഷുവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും വിഷുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിഷുവിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനമായും വിഷുവിന് മുന്നിൽ പുരാണങ്ങളിലുള്ളത്. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതും ശ്രീരാമനുമായി ബന്ധപ്പെട്ടതും. നരകാസുരവധവും രാവണവധവുമാണ് രണ്ട് ഐതിഹ്യങ്ങളിലും പ്രതിപാദിക്കുന്നത്. ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനമായും വിഷുവിന് പിന്നിൽ പുരാണങ്ങളിലുള്ളത്. ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കിയുള്ള ഒരു കഥയിൽ പ്രാഗ്ജ്യോതിഷത്തിലെ ദാനരാജാവാണ് നരകാസുരൻ. ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നും 16,000 രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കാലങ്ങളോളം സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ദാനരാജാവ് ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിച്ചതോടെയാണ് പരാതി ശ്രീകൃഷ്ണനിലെത്തുന്നത്. അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ആളുകൾ ശ്രീകൃഷ്ണന് മുന്നിൽ അഭയം തേടിയെത്തി. തുടർന്ന് നരകാസുരദർപ്പം ശമിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങി. ഭാര്യയായ സത്യഭാമയുമായി ഒന്നിച്ച് ഗരുഡവാഹനത്തിലേറി കൃഷ്ണൻ നരകാസുരൻ്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിലെത്തി യുദ്ധത്തിനൊരുങ്ങി. തുടർന്ന് പ്രാഗ്ജ്യോതിഷത്തിൽ വെച്ച് ഘോരമായ യുദ്ധത്തിൽ മുരൻ, താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാസു, നഭസ്വാൻ, അരുണൻ ആദിയായ അസുര പ്രമുഖരെയെല്ലാം കൃഷ്ണൻ നിഗ്രഹിച്ചു. അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ നരകാസുരൻ വധിക്കപ്പെട്ടു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്ക് മേൽ വിജയം നേടിയത് വസന്തകാലാരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്ന് അറിയപ്പെടുന്നത്. നരകാസുരൻ തടവിൽ പാർപ്പിച്ച 16,000 രാജകുമാരിമാരെയും കൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്തു. അസുരൻ്റെ തടവറയിൽ കിടന്നിരുന്നതിനാൽ സമൂഹത്തിൻ്റെ അപമാനം ഭയന്ന് അവരെ കൃഷ്ണൻ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചുവെന്നും പറയപ്പെടുന്നു. ഇനി എന്താണ് വിഷു എന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാം. വരുന്ന പുതിയൊരു വർഷാരംഭമാണ് വിഷു എന്ന് പറയുന്നത്. അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നതാണ് വിശ്വാസം. മലയാളികളുടെ അല്ലെങ്കിൽ കേരളീയരുടെ വിശ്വാസം അങ്ങനെയാണ്. കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ കേരളീയർ പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന ഒന്നാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം അതായത് മേടം 1-നാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം മുഴുവൻ നിലനിൽക്കുന്നു എന്നതാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടം 1-ന് മേടവിഷുവും തുലാം 1-ന് തുലാവിഷുവും ഉണ്ട്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയപ്പെടുന്നു. ഇനി വിഷുവിൻ്റെ പ്രാധാന്യം എന്താണെന്നും വിഷുവിൻ്റെ ചരിത്രം എന്താണെന്നും നോക്കാം. സർവ്വ ഐശ്വര്യങ്ങളുടെയും സമ്പൽ സമൃദ്ധികളുടെയും ഒരു പുതിയ തുടക്കവും
അത് ആ വർഷം മുഴുവനും നിലനിൽക്കുമെന്നതുമുള്ള പ്രതീക്ഷയുമാണ് വിഷു ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത്. വിഷുവിൻ്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, വിഷുവിനോടനുബന്ധിച്ച് ആചാരപരമായി ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷുക്കണിക്കാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ഉദയത്തിലാണ് വിഷുക്കണി ദർശിക്കേണ്ടത്. ശുഭമുഹൂർത്തത്തിൽ വിഷുക്കണി ദർശിച്ചാൽ അടുത്ത വിഷു വരെ സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധിയും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. വിഷു മുഹൂർത്തത്തിൽ തന്നെ വിഷു കൈനീട്ടം സ്വീകരിക്കുന്നത് സമ്പത്ത് പ്രദാനം ചെയ്യും. എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും ജീവിതത്തിൽ ചൊരിയാൻ വിഷു ആചരിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ വിഷു ദിവസം ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനോ തുടക്കം കുറിക്കാനോ എല്ലാവരും ശ്രമിക്കുന്നു. പണ്ട് മുതലേ കേരളത്തിൽ വിഷുഫലം പറയുന്ന പതിവുണ്ടായിരുന്നു. അടുത്ത ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കി വിഷുവിന് ഫലം പറയുന്നു. സൂര്യൻ്റെ മേട സംക്രമണം കണക്കാക്കിയാണ് ജ്യോതിഷികൾ ഫലം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളിലൊന്നുമാണ് വിഷു എന്ന് പറയുന്നത്. വേനൽക്കാലത്തെ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടതാണ് മേടവിഷു ആഘോഷിക്കുന്നത്. വിഷുവും കൃഷിയുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി ആചാരങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. നിലം ഉഴുതുമറിച്ച് വിത്തിടുന്നതിന് തുടക്കം കുറിക്കുന്നതിൽ ചാലിടിയിൽ കർമ്മം, അതുപോലെ കാർഷികോപകരണങ്ങൾ വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി വയ്ക്കുന്ന കൈക്കോട്ടുചാൽ തുടങ്ങി വിഷുക്കരിക്കൽ, വിഷുവേല, വിഷവെടുക്കൽ, പത്താമുദയം എന്നിങ്ങനെ കൃഷിയും മതാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പല ആചാരങ്ങളും വിഷു ദിവസം നടക്കുന്നു. അതുപോലെ തന്നെ വിഷുവിൻ്റെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ, വിഷു ഒരു കാർഷികോത്സവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പല വിളകളും വിളവെടുക്കുന്നതും നടുന്നതും കേരളം ഉൾപ്പെടെയുള്ള ഈ ദിവസമാണ്. രാജ്യത്തെ കാർഷിക പഞ്ചാംഗ പ്രകാരം ആദ്യ ദിവസമാണ് മേടവിഷു ആയി കണക്കാക്കുന്നത്. കേരളം കൂടാതെ പല ദേശങ്ങളും ഈ ദിവസമോ ഇതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഉദാഹരണത്തിന് അസമിലെ ബിഹു, പശ്ചിമ ബംഗാളിൽ അത് പൊയില ബൈശാഖ, ബീഹാറിലെത്തുമ്പോൾ ബൈഹാഗും, പഞ്ചാബിലെത്തുമ്പോൾ അത് ബൈശാഖിയും, തമിഴ്നാട്ടിൽ പൂത്താണ്ടും ആഘോഷിക്കുന്നു. ഇതെല്ലാം കാർഷികവും മതപരവുമായി ബന്ധപ്പെട്ട് കൂടിക്കലർന്ന ആഘോഷങ്ങളിലൊന്നാണ്. കൊല്ലവർഷപ്രകാരം, അതായത് മലയാളം കലണ്ടറിൽ 9ാമത് വരുന്ന മാസമായ മേടം 1-നാണ് വിഷു വരുന്നത്. കേരളത്തിൻ്റെ മലയാള വർഷപ്രകാരമുള്ള പുതിയ വർഷം തുടങ്ങുന്നത് ചിങ്ങം 1-നാണെങ്കിലും മേടവിഷു ദിനവും ഒരു പുതിയ ആരംഭമായി കരുതി ആചരിച്ചു വരുന്നു. വിഷുവിന് ഈ പേര് ലഭിച്ചത് സംബന്ധിച്ച് പറയുന്നത് വിഷുവം എന്ന പദത്തിൽ നിന്നാണ്. വിഷുവം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് തുല്യമായത് എന്നാണ്. അതായത് രാവും പകലും തുല്യമായ ദിവസത്തെ വിഷു എന്ന് വിളിച്ചു തുടങ്ങി. അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, സൂര്യൻ ഒരു രാശി മാറി അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നത് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംക്രാന്തികളിൽ ഏറ്റവും പ്രധാനമായവയെ മഹാവിഷുവം അഥവാ മേഷാദി എന്നാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനമായും 2 വിഷുവാണ് വരുന്നത്. മേടവിഷുവും തുലാമാസത്തിൽ വരുന്നതിന് തുലാവിഷുവെന്നും പറയുന്നു. അതുപോലെ തന്നെ സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്ന ദിവസം ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം 180 ഡിഗ്രിയിൽ നേരെയാണ് പതിക്കുന്നത്. ഈ ദിവസം രാത്രിയുടെയും പകലിൻ്റെയും സമയദൈർഘ്യവും ഒന്നായിരിക്കും. അപ്പോൾ
യഥാർത്ഥത്തിൽ വിഷുവങ്ങളിൽ പ്രധാനമായ മഹാവിഷുവും ഇപ്പോൾ 24 ദിവസത്തോളം പിന്നിലാണെന്നാണ് വിദഗ്ധർ പറയാറുള്ളത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പുരസരണത്തിലെ, അതായത് അച്ചുതണ്ട് വൃത്താകൃതിയിൽ ചലിക്കുന്ന പ്രതിഭാസം, അത് വ്യത്യാസമാണ് ഇതിന് കാരണം. പുരസരണത്തിലെ വ്യത്യാസം കാരണം മഹാവിഷുവം ഇപ്പോൾ മീനൻ രാശിയിലാണ് വരുന്നത്. പക്ഷേ വിഷു ആചരിക്കുന്നത് മേടമാസത്തിൽ തന്നെയാണ്. ഇതേപോലെ തുലാമാസത്തിലെ വിഷു ഇപ്പോൾ കന്നി രാശിയിലാണ് വരുന്നതെന്നും ഒരു വിഭാഗം പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.